നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. നാൽത്തടുക്ക സ്വദേശിനി ജസീല എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൽ കരുതലോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ മാറ്റി. അർജുൻ പാണ്ഡ്യനാണ് പുതിയ കളക്ടർ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ ഇടുക്കി സ്വദേശിയാണ്. ബ്രഹ്മകലശോത്സവം നടക്കുന്ന അരവത്ത് മട്ടേങ്ങാനം കഴകം പൂബാണംകുഴി ക്ഷേത്രത്തിലെ സമൂഹ നോമ്പുതുറ മതമൈത്രി സംഗമവേദിയായി. പൂബാണം UAE കമ്മിറ്റിയാണ് ക്ഷേത്ര തിരുമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കള്ളാർ മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളുടെ ബജറ്റ് അവതരണം നടന്നു. കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സമർപ്പിച്ചു. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആംബുലൻസ് കൈമാറിയത്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആവിഷ്കരിച്ച കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനോദ്ഘാടനം നടന്നു. എഴുത്തുകാരിയും കേരള ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്ററുമായ നവീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിലെ പൊള്ളക്കട അംഗൻവാടിക്ക് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. നാൽത്തടുക്ക സ്വദേശിനി ജസീല എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൽ കരുതലോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയതിന്റെ മനോവിഷമത്തിൽ ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണത്തിൽ അതീവ ജാഗ്രതയോടെ അന്വേഷണ സംഘം. നാടിനെ നടുക്കിയ ആത്മഹത്യാ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരികയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കരുതലോടെയുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് നിയമോപദേശം തേടി. ഇതിന് ലഭിച്ച മറുപടിയുടെ ഫലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദൂർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ യുവതി നൽകിയ മൊഴിപ്പകർപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ നൽകിയതിൻ്റെ രേഖകൾ, ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ മൊഴികൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലാണ്. എലിവിഷം വാങ്ങിയ കട കണ്ടെത്തുകയും ഉടമയുടെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെട്ടത്. ഫെബ്രുവരി 15-നാണ് വിഷം കഴിച്ചത്. ഭർതൃവീട്ടിന് സമീപത്തെ വീട്ടിൽ നിന്നും 9.5 പവൻ സ്വർണം മോഷണം പോയതായി പറയുന്നു. ഇതിന് പിന്നിൽ ജസീലയാണെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷം യുവതിയെ ഭർതൃവീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഇതോടെയാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് വിശദമാക്കുന്ന വീഡിയോ വാട്സാപ്പിലൂടെ പങ്കുവച്ച ശേഷം ജസീല എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. എന്നാൽ അതാരാണെന്ന് വ്യക്തമാക്കുവാൻ പോലീസ് വൃത്തങ്ങൾ വിസമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ മാറ്റി. അർജുൻ പാണ്ഡ്യനാണ് പുതിയ കളക്ടർ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ ഇടുക്കി സ്വദേശിയാണ്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ സ്ഥലം മാറ്റി. പകരം നിയമനം നൽകിയിട്ടില്ല. കാസർഗോഡിന്റെ കളക്ടറായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ നിയമിച്ചു. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ ഇടുക്കി സ്വദേശിയാണ്. തോട്ടം മേഖലയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സാഹചര്യങ്ങളോടും പരാധീനതകളോടും പടവെട്ടിയാണ് 2017 സിവിൽ സർവീസിലെത്തിയത്. തൃശൂർ ജില്ലാ കളക്ടറായി ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രനെ നിയമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബ്രഹ്മകലശോത്സവം നടക്കുന്ന അരവത്ത് മട്ടേങ്ങാനം കഴകം പൂബാണംകുഴി ക്ഷേത്രത്തിലെ
സമൂഹ നോമ്പുതുറ മതമൈത്രി സംഗമവേദിയായി. പൂവാണം UAE കമ്മിറ്റിയാണ് ക്ഷേത്ര തിരുമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ബ്രഹ്മകലശോത്സവം നടക്കുന്ന അരവത്ത് മട്ടേങ്ങാനം കഴകം പൂവാണംകുഴി ക്ഷേത്രത്തിലെ സമൂഹ നോമ്പുതുറ മതമൈത്രി സംഗമവേദിയായി. പൂവാണം UAE കമ്മിറ്റിയാണ് വ്യാഴാഴ്ച ക്ഷേത്ര തിരുമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചത്. മവ്വൽ, പരവങ്ങാനം, തായൽ മവ്വൽ എന്നിവിടങ്ങളിലെ വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. UAE കമ്മിറ്റി പ്രസിഡന്റ് K. അശോകൻ പതിക്കാൽ, അരുൺകുമാർ അരവത്ത്, ശ്യാംകുമാർ തച്ചങ്ങാട്, ശശിധരൻ തോക്കാനം, K. രതീഷ്, V. കൃശാന്ത്, ശ്രീകാന്ത് തച്ചങ്ങാട്, ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ K. ശിവരാമൻ മേസ്ത്രി തുടങ്ങിയവർ അതിഥികളെ സ്വീകരിച്ചു. പരിചയം തോന്നുന്നില്ല. കാരണം എന്റെ ചെറുപ്പത്തില് ഞങ്ങൾ എല്ലാവരും ഈ അമ്പലത്തിന്റെ ഈ വളപ്പിൽ തന്നെയായിരുന്നു. അന്ന് അവിടെ കുറ്റിക്കാടും മറ്റേ കരിങ്ങപ്പാവ് എന്ന് പറയുന്ന ചെറിയൊരു പഴവും മറ്റേ കാരപ്പായാലായിട്ട് അന്ന് എല്ലാ ദിവസവും സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങള് കൂട്ടുകാരെല്ലാം ഈ അമ്പലത്തിന്റെ വളപ്പിൽ തന്നെയായിരുന്നു. അവിടെ ഒരു വലിയൊരു അപരിചിത്വമൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ പരങ്ങാനുണ്ടാകുന്ന സമയത്ത് ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ രാവിലെ നടത്തിയ ഈ മതമൈത്രി സമ്മേളനവും ഇന്ന് വൈകുന്നേരം നടത്തിയ ഈ കൂട്ടു നോമ്പുതുറയും അത് നമ്മുടെ നാട്ടിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. എല്ലാവിധ ആശംസകളും. ഞാനിപ്പം കേരള വിഷന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അതിനപ്പുറത്ത് ഒരു കാലമായിട്ട് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളെല്ലാം കാണും. ഇത്തരം സന്ദർഭങ്ങൾ ഇതിനേറ്റവും സന്തോഷം. തീർച്ചയായിട്ടും ഈ സമൂഹം എന്നും ഉണ്ടാവണമെന്നും അത് നിലനിർത്തി പോരാൻ എല്ലാവരുടെ ഭാഗത്ത് സഹകരണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇതുകൂടിയുള്ള ഓർഗനൈസേഷൻ കമ്മിറ്റിയും എല്ലാവിധ ആശംസകളും. ഹക്കീം കുന്നിൽ, സാജിദ് മവ്വൽ, കേരള വിഷൻ MD ഷുക്കൂർ കോളിക്കര, പാലക്കുന്ന് ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ബാലകൃഷ്ണൻ, ബാര മഹാവിഷ്ണു ക്ഷേത്ര പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, ചന്ദ്രൻ തച്ചങ്ങാട്, M. സമാജ് ബാബു, രാഘവൻ തച്ചങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കള്ളാർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് MM സൈമൺ ബജറ്റ് അവതരിപ്പിച്ചു. 2026-27 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 38,24,23,035 രൂപ വരവും 37,70,18,140 രൂപ ചിലവും 64,04,895 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസന ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും തുക നീക്കിവെക്കുകയും ചെയ്യുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നു. നൂതന കൃഷിരീതികൾ അവലംബിച്ച് മികച്ച കാർഷിക സമ്പ്രദായങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഉൽപാദന വർധനവിനും വിപണന നേട്ടം ഉണ്ടാക്കുന്നതിനും സഹായകരമായ ഒട്ടേറെ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെങ്ങ് കൃഷി വികസനം, കമുക് കൃഷി വികസനം, നെൽകൃഷി വികസനം, സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതികൾ, കുള്ളൻ തെങ്ങിൻ തൈ വിതരണം, മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തികൾ എന്നിവ നടപ്പിലാക്കുന്നു. അതിനായി 46,42,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിൽ കുടുംബങ്ങളിൽ സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ രീതിയിലാണ് ഈ മേഖലയിലെ പദ്ധതികൾ നാം ആവിഷ്കരിക്കുന്നതെന്നും കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വളർത്തൽ, ആട് വിതരണം, മൃഗസംരക്ഷണ മേഖലയിൽ ആവശ്യമായ മരുന്ന്, ഉപകരണങ്ങൾ വാങ്ങൽ എന്നീ പദ്ധതികൾക്കായി 32,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ വരുമാനം ഉപയോഗിച്ചു ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നാം നേടിയ നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ട പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിനകത്ത് വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമായും സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുപോലെ കാർഷിക മേഖല, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതിയിൽ
പഞ്ചായത്തിലെ ഭവനരഹിതർക്കായുള്ള കുടുംബങ്ങൾക്ക് പാർപ്പിടം നിർമ്മിച്ചു നൽകുന്നതിനും സമ്പൂർണ്ണ പാർപ്പിട യജ്ഞം നടപ്പിലാക്കുന്നതിനുമായി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,08,00,000 രൂപയും ഭവനം വാസയോഗ്യമാക്കുന്നതിനായി 32,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, ST പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് MM സൈമണാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, ST പ്രൊമോട്ടർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രജിത അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് PV ജ്യോതി അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 20,77,40,500 വരവും 11,60,72,913 രൂപ ചിലവും 9,16,72,087 മിച്ചവും പ്രതീക്ഷിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് PV ജ്യോതി അവതരിപ്പിച്ചു. ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നു വയോജന ക്ഷേമം. കഴിഞ്ഞ കാലങ്ങളിൽ വയോജന പ്രവർത്തനങ്ങൾക്കായി വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൽ ലക്ഷ്യമിടുന്നു. വയോജനങ്ങൾ ഒത്തുചേരുന്ന പകൽ വീട് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെയർ ടേക്കറെ നിയമിക്കുന്നതോടൊപ്പം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തുന്നു. ഈ സാമ്പത്തിക വർഷം മുതൽ പഞ്ചായത്തിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി മാറിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വരാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സ്മാർട്ടിലൂടെ സാധിക്കുന്നുണ്ട്. പരാതികളില്ലാതെ സേവനം കൃത്യസമയത്ത് നൽകുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് തനത് വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്താണെങ്കിലും ഉള്ള വരുമാന സാധ്യതകൾ കണ്ടെത്തി പഞ്ചായത്തിനെ കേരളത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക ഗ്രാമമായ മടിക്കൈയിലെ കർഷകർക്ക് ക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മടിക്കൈയുടെ തനത് സംസ്കാരവും പൈതൃകവും സാഹിത്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് മടിക്കൈ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കായിക മേഖലയെ പരിപോഷിപ്പിക്കാനായി മടിക്കൈ പ്രീമിയർ ലീഗ് നടത്തും. മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രാദേശിക ചരിത്ര നിർമ്മാണവും നടത്തും. അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങളും പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഉന്നമനത്തിനും ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമത്തിൽ മുഴുവൻ വെളിച്ചമെത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഗ്രാമരശ്മി പദ്ധതി നടപ്പിലാക്കും. ഓരോ വീടുകൾക്ക് മുന്നിലും തെരുവ് വിളക്ക് സ്ഥാപിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സമർപ്പിച്ചു. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആംബുലൻസ് കൈമാറിയത്. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ അടിമാലി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് 24 ലക്ഷം രൂപ ചിലവഴിച്ച് അത്യാധുനിക ആംബുലൻസ് കൈമാറി. ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ ഉദ്ഘാടനം നിർവഹിച്ചു. ആംബുലൻസിന്റെ താക്കോൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ഏറ്റുവാങ്ങി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി K വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL ചെയർമാൻ K ഗോവിന്ദൻ, ഇടുക്കി കേബിൾ വിഷൻ MD PS സിബി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ്, വിവിധ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ്ന ജോസ്, COA ഇടുക്കി ജില്ലാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കെ ഗോവിന്ദൻ, PS സിബി എന്നിവരെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുൻപ് തൃശൂർ ജില്ലയിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിക്കും കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി ആംബുലൻസ് നൽകിയിരുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റ ജനറൽ ആശുപത്രിക്ക് മാർച്ച് 3-ന് ആംബുലൻസ് കൈമാറുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ 30 വർഷമായും ഞങ്ങളുടെ ഉപഭോക്താക്കളായി കസ്റ്റമറായി തുടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ മേഖലയിൽ കേരള വിഷൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട്, ഞങ്ങളുടെ സർവീസിൻ്റെ മികവ് എത്രത്തോളമുണ്ട്, ഞങ്ങൾ നൽകുന്ന സേവനത്തിൻ്റെ തികവ് എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. 1/4 കോടി രൂപയോളം മുടക്കി ഈ അടിമാലി ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് സേവനം ഞങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ സേവനങ്ങൾ നൽകുന്ന മറ്റ് കമ്പനികൾ ഉപഭോക്താക്കളുടെ പോക്കറ്റ് കാലിയാക്കുന്നതല്ലാതെ ഇത്തരത്തിൽ ധാർമ്മികപരമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നതുകൂടി കൂട്ടുവായിക്കുമ്പോഴാണ് കേരള വിഷൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുക. കേരളത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആംബുലൻസ് സൗകര്യങ്ങളടക്കം ഡയാലിസിസ് സെൻ്ററുകളടക്കം ഉള്ള സൗകര്യങ്ങൾ ഇനിയും അൻവർ ട്രസ്റ്റിൻ്റെ പേരിൽ കേരള വിഷൻ. കേബിൾ TV രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നേറുന്ന കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ജനകീയ ഇടപെടലുകളുടെ മാതൃകയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിലെ പൊള്ളക്കട അംഗൻവാടിക്ക് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിലെ പൊള്ളക്കട അംഗൻവാടിക്ക് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു നിർവഹിച്ചു. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു വനിതാ സമ്മേളനമാണ്. പുരുഷന്മാരിൽ ഇവിടെ ഇരുന്നിടത്ത് നല്ല എണ്ണി നോക്കി അത് 20 ആളേ ഉള്ളൂ. 150 സഹോദരിമാരും അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം നോക്കുന്ന അമ്മമാരാണ് എന്നതൊരു യാഥാർത്ഥ്യം. പക്ഷെ അച്ഛന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ വിവിധ പ്രദേശങ്ങളായിരിക്കും, അതായത് കുഴപ്പമില്ല. നന്നായി ഈ അംഗൻവാടിയുടെ ഞങ്ങളുടെ നാട്ടിൽ ആവശ്യമാണ് എന്ന ബോധ്യമുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അംഗൻവാടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 പതിറ്റാണ്ട് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. ഒരു വാർഡിൽ 1000 വീടുകൾക്ക് ഒരു ബാലവാടി, ഗവൺമെൻറ് പഴയ ആൾക്ക് ബാലവാടി. അത് ഈ കുഞ്ഞുങ്ങളെ അമ്മമാരും അച്ഛനൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഏൽപ്പിക്കാനുള്ള കൃഷിയാണ് ബാലവാടി. അവിടെ ഏൽപ്പിച്ച് പോയാൽ അവർ നോക്കിക്കൊള്ളുന്നില്ല. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സവിത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് അംഗൻവാടിക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ PC ഗോവിന്ദനെ ആദരിച്ചു. അർജുൻ ബാലൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, ദീപ മണികണ്ഠൻ, ഷാഫി BA, മിനി AV, ഹഫ്സത്ത് T, ശൈലശ്രീ AT, ബീന K, A കൃഷ്ണൻ, A സന്തോഷ് കുമാർ, ബിന്ദു K, നളിനി VK, ലീല K, CK അരവിന്ദാക്ഷൻ, പ്രീതി P, ഷാജി എടമുണ്ട, രതീഷ് P, പത്മനാഭൻ MV, കതീഷ്, ചന്ദ്രിക B, രമ്യ, ലേഖ എന്നിവർ സംസാരിച്ചു. വീർ സവർക്കർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാനവികതയുടെ സന്ദേശം നൽകി കോട്ടച്ചേരി ഹിറ മസ്ജിദിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ ശ്രദ്ധേയമായി. മനുഷ്യബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുള്ള സൗഹൃദ ഇഫ്താറിൽ വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ സംബന്ധിച്ചു. മാനവികതയുടെ സന്ദേശം നൽകി കോട്ടച്ചേരി ഹിറ മസ്ജിദിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ വേറിട്ട നിലയിൽ ശ്രദ്ധേയമായി. മനുഷ്യബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുള്ള സൗഹൃദ ഇഫ്താറിൽ വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ സംബന്ധിച്ചു. E ചന്ദ്രശേഖരൻ MLA സൗഹൃദ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ എന്ന അർത്ഥത്തിലേക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾ എന്നതിനപ്പുറത്ത് നമ്മുടെ പൊതുവായ സമൂഹത്തിൻ്റെ നന്മക്കും നേട്ടത്തിനും ഗുണകരമായി ഭവിക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ പരസ്പരം മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും സൗഹൃദം പങ്കിടാനും ഇത്തരം ഇഫ്താർ സംഗമത്തിലൂടെ സാധ്യമാവുമെന്ന് E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു.
പണ്ഡിതനും വാഗ്മിയുമായ VN ഹാരിസ് റമദാൻ സന്ദേശം നൽകി. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും വിഭാഗീയതകളെ പ്രതിരോധിക്കാനും എല്ലാ നല്ല മനുഷ്യരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ളക്കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MP ജാഫർ, വാർഡ് കൗൺസിലർ M സേതു, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P നാരായണൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, KMA പ്രസിഡന്റ് CK ആസിഫ്, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സിസ്റ്റർ ജയ ആൻഡോ, മാധ്യമപ്രവർത്തകരായ EV ജയകൃഷ്ണൻ, T മുഹമ്മദ് അസ്ലം, ബാബു കോട്ടപ്പാറ, KS ഹരി, M മുകുന്ദപ്രഭു, സുനിൽ കുമാർ, മാട്ടുമൽ ഹസൻ ഹാജി, C മുഹമ്മദ് കുഞ്ഞി, അഹമ്മദ് കിർമാണി, ഹമീദ് ചേരക്കാടത്ത്, KMA ഭാരവാഹികളായ P മഹേഷ്, ആസിഫ് മെട്രോ, ഹിറ മസ്ജിദ് ഭാരവാഹികളായ BM മുഹമ്മദ് കുഞ്ഞി, അബ്ദുള്ള പാലായി, UV റഷീദ്, KM ഷാഫി, KA അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് അലി ഹിറ, UV ഹമീദ്, CA മൊയ്തീൻ കുഞ്ഞി, ഡോക്ടർ റിയാസ്, മുഹമ്മദ് കുഞ്ഞി പുല്ലൂർ, സജീർ പള്ളിക്കര, അജ്മൽ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഹിറ മസ്ജിദ് ഇമാം ഫിറോസ് ഛത്തീസ്ഗഡ് ഗിറാത്ത് നടത്തി. കൺവീനർ TK മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും മൊയ്തു ഇരിയ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ, വിദ്യാഭ്യാസ, മത, സാംസ്കാരിക മേഖലകളിലുള്ള നിരവധി ആളുകൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരവത്ത് മട്ടേങ്ങാനം കഴകം പൂവാണംകുഴി ക്ഷേത്രത്തിൽ 6 ദിവസങ്ങളിലായി നടന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ദേവപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂവാണംകുഴി ക്ഷേത്രത്തിൽ നടന്നുവന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സമാപന ദിവസം ദേവപ്രതിഷ്ഠ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് സമാപന ദിവസം അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂവാണംകുഴി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്ര നടന്നു. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഏഴ് പ്രാദേശിക സമിതിയും പിന്നെ നല്ല കൂട്ടായ്മയോടെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും കൂടി എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും 2 ദിവസങ്ങളിലായി പ്രാദേശിക സമിതി 2 പ്രാദേശിക സമിതി കൂടിയിട്ടാണ് ചെയ്യുന്നത്. ശുചീകരണം, ഭക്ഷണം റെഡിയാക്കുന്നത്, പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, കുടിവെള്ളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മ ഭക്ഷണ വിതരണവും മറ്റു കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമ്മൾ സേവനപരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ മാതൃസമിതി അംഗങ്ങൾ എല്ലാവരും ഒരു ആഘോഷമായിട്ടാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്. ക്ഷേത്ര ഭണ്ഡാര വീടായ ആലത്തുങ്കാട് തറവാട്ടിൽ നിന്നും 7 പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലാണ് കലവറ ഘോഷയാത്രകൾ എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അജാനൂർ കടപ്പുറം കിഴക്കേ വീട് തറവാട് പ്രതിഷ്ഠാദിന 140 തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. അജാനൂർ കടപ്പുറം കിഴക്കേ വീട് തറവാട് പ്രതിഷ്ഠാദിന 140 തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം നടന്നു. വൈകുന്നേരം 7 മണിക്ക് മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു. സർവസ്യ ബുദ്ധിരൂപേണ ജനസിക സംശിതേ സ്വന്താവർക്കതേ ദേവി നാരായണ നമസ്തുതേ ഓം പരാശക്തിയേ നമഃ. കലാകാഷ്ഠരൂപേണ പരിണാമപ്രദായിനേ വിശ്വസ്വ പരദോഷക്തേ നാരായണ നമസ്തുതേ ഓം പരാശക്തിയേ നമഃ. നിരവധി ഭക്തജനങ്ങളാണ് സർവേശ്വര വിളക്കുപൂജയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. നാൽത്തടുക്ക സ്വദേശിനി ജസീല എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൽ കരുതലോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ മാറ്റി. അർജുൻ പാണ്ഡ്യനാണ് പുതിയ കളക്ടർ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ ഇടുക്കി സ്വദേശിയാണ്. ബ്രഹ്മകലശോത്സവം നടക്കുന്ന അരവത്ത് മട്ടേങ്ങാനം കഴകം പൂബാണംകുഴി ക്ഷേത്രത്തിലെ സമൂഹ നോമ്പുതുറ മതമൈത്രി സംഗമവേദിയായി. പൂബാണം UAE കമ്മിറ്റിയാണ് ക്ഷേത്ര തിരുമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കള്ളാർ മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളുടെ ബജറ്റ് അവതരണം നടന്നു. കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സമർപ്പിച്ചു. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആംബുലൻസ് കൈമാറിയത്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആവിഷ്കരിച്ച കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനോദ്ഘാടനം നടന്നു. എഴുത്തുകാരിയും കേരള ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്ററുമായ നവീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിലെ പൊള്ളക്കട അംഗൻവാടിക്ക് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.